ബി.ജി. വിഷ്ണു, നിങ്ങളിത് ഒന്നാം ബാർക്കോഴ രണ്ടാം ബാർക്കോഴ എന്ന നിലയ്ക്കാണോ ഇതിനെ കാണുന്നത്? ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ സർക്കാർ നടത്തുന്ന അന്വേഷണം എത്രത്തോളം ഫലപ്രദമാണെന്ന് ബി.ജെ.പി കരുതുന്നു? ഞങ്ങൾ സ്മൃതി നേരത്തെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിലോ ഏതെങ്കിലും ജുഡീഷ്യൽ അന്വേഷണ ഏജൻസി വെച്ചോ നടത്തുന്ന ഒരു അന്വേഷണവും കൃത്യമായ അന്വേഷണം നടക്കില്ലെന്നും ഇത് സർക്കാരിന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ നടത്താൻ പോകുന്നതുള്ള അന്വേഷണങ്ങളെല്ലാം. നിയമസഭയിൽ തന്നെ എത്ര പച്ചക്കള്ളമാണ് ശ്രീ MP രാജേഷ് പറഞ്ഞത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചയും നടന്നിട്ടില്ല. ജനിക്കാത്ത നയത്തിന്റെ അച്ഛനെ അന്വേഷിച്ച് നടക്കുകയാണെന്നാണ്. ജനിക്കാത്ത നയത്തിന്റെ അച്ഛൻ ആരാണ്? കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസാണ് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ടത്. കാരണം കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ബാർ മുതലാളിമാരുമായി കൃത്യമായി അജണ്ട വച്ച് ചർച്ചകൾ രഹസ്യമായി നടത്തിയതിനു ശേഷം തന്നെയാണ് ലിക്കർ പോളിസിയിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടൂറിസം ഡയറക്ടർ സൂം മീറ്റിംഗിന് മെയ് 21 വിളിക്കുന്നതും കാര്യങ്ങൾ അവിടെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നതും. അപ്പോൾ കേരളത്തിലെ ബാർ അബ്കാരി നയത്തിൽ മാറ്റം വരുത്തണമെന്ന് കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നത് റിയാസ് ആയതുകൊണ്ട് ഇനി MP രാജേഷ് അറിഞ്ഞില്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അതിവ്യക്തമായി പറയുന്നു, റിയാസിന്റെ അറിവോടുകൂടി മുഖ്യമന്ത്രിയുടെ മൗനസമ്മതത്തോടുകൂടി കേരളത്തിലെ എക്സൈസ് ടൂറിസം വകുപ്പുകൾ കൃത്യമായി കൂടിയാലോചിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള അജണ്ട മുന്നോട്ട് വയ്ക്കുന്നതും അതിന്മേൽ അനൗദ്യോഗികമായും ഔദ്യോഗികമായുമെല്ലാം ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കേരളത്തിലെ ബാർ മുതലാളിമാരും മുഖ്യമന്ത്രിയുടെ മരുമകനും കേരളത്തിൽ തമ്മിലുള്ളത് ഒരു ഭായി ബന്ധമാണ്. കൊടുക്കൽ വാങ്ങലുകളാണ് ഇവിടെ നടക്കുന്നത്. കോടിക്കണക്കിന് റുപ്പിക പോക്കറ്റിലേക്ക് നൽകിക്കൊണ്ട് കേരളത്തിലെ മദ്യനയത്തിൽ വലിയ മാറ്റം വരുത്താൻ തന്നെയാണ് കേരളത്തിലെ ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും ചേർന്ന് നടന്നിരിക്കുന്നത്. ശ്രീ ഗോവിന്ദ മാഷൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു അദ്ദേഹമൊന്നും അറിഞ്ഞില്ല എന്നാണ്. പക്ഷെ മുഖ്യമന്ത്രിയും സൂപ്പർ മുഖ്യമന്ത്രിയും ഉള്ളപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വാദം നമുക്ക് കേൾക്കുകയേ വഴിയുള്ളൂ. കാരണം കേരളത്തിലെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും സൂപ്പർ മുഖ്യമന്ത്രിയും ചേർന്നാണ്. ചിലപ്പോൾ CPM പോലും അറിയാതെ പോയെന്നിരിക്കാം. കാരണം കേരളത്തിൽ മന്ത്രിസഭ നിയന്ത്രിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സഭയിലിരുന്ന് പച്ച കള്ളം പറഞ്ഞുകൊണ്ട് സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് ജനങ്ങളുടെ കണ്ണിലേക്ക് പൊടിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഓഡിയോ രേഖ നമ്മളെല്ലാവരും കേട്ടതാണ്. ഇത് കൃത്യം തന്നെയാണ്. പിന്നീട് ബാർ മുതലാളിമാരെ വിരട്ടിയും കണ്ണുരുട്ടിയുമൊക്കെ അവർ അതിനുവേണ്ടിയല്ല, മറ്റൊരു കെട്ടിടപ്പണിക്ക് വേണ്ടിയാണ്, സിമന്റ് വാങ്ങാനാണ്, ചാക്ക് വാങ്ങാനാണ്, മണൽ വാങ്ങാനാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ AKG സെന്ററിൽ മതി. അരിയാഹാരം കഴിക്കുന്ന ഒരാളും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതിനു പിന്നിൽ നടക്കുന്ന ഗൂഢാലോചന എന്താണെന്ന് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.